വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ മൂന്നാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ 1ഉം 2ഉം ഇഷ്യൂസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് പോകാം. ലാസ് വെഗാസിലെ ടോണിയയുടെ ഗാരേജിലാണ് ഇപ്പോൾ ലോഗനും ഹോക്കയും. തന്റെ മകളായ ആഷ്ലി ഒരു സൂപ്പർ ഹീറോ ആയി മാറി എന്നൊക്കെ കേട്ടപ്പോൾ ഹോക്കൈക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. ആഷ്ലിക്ക് 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഹോക്കൈ ടോണിയെ ഉപേക്ഷിച്ച് പോയത്. ടോണിയയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡായ അൾട്രോണൈറ്റിനെയാണ് അവൾ സ്വന്തം അച്ഛനായി കാണുന്നത്. ഒരു സൂപ്പർ ഹീറോ ആവണമെന്നത് ഒരുപക്ഷെ അവളുടെ DNA-യിൽ തന്നെ ഉള്ളതായിരിക്കാം. കാരണം അവളുടെ മുത്തച്ഛൻ സ്പൈഡർമാനും അവളുടെ അച്ഛൻ അവഞ്ചറായ ഹോക്കയുമാണല്ലോ. സ്പൈഡർമാനും ഹോക്കയും ഒക്കെ നല്ലവരാണ്. എന്നാൽ ആഷ്ലിയെ പറ്റി ഹോക്കൈ കേട്ടിട്ടുള്ളത് അവൾ ഒരു ഈവിൾ ബാഡാസ് ടൈപ്പ് ആണെന്നാണ്. നമ്മുടെ മകൾ കിങ് പിന്റെ കയ്യാൽ വധിക്കപ്പെടാൻ പോവുകയാണ്. നീ അവളെ രക്ഷിക്കില്ലേ ഹോക്കൈ? അതോ നീ അവളെ മരണത്തിന് വിട്ടുകൊടുക്കുമോ എന്നൊക്കെ ടോണിയ ഹോക്കൈയോട് ചോദിക്കുമ്പോൾ ആഷ്ലിയെ കിങ് പിന്റെ പക്കൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന് ഹോക്കൈ ടോണിയോട് മറുപടിയായിട്ട് പറയുകയാണ്. ഹോക്കൈക്കാണെങ്കിൽ തന്റെ മകളായ ആഷ്ലിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്നാൽ ഹോക്കൈയോടൊപ്പം ആഷ്ലിയെ രക്ഷിക്കാൻ പോകുന്നതിൽ ലോഗൻ താല്പര്യം കാണിക്കുന്നില്ല. ന്യൂ ബാബിലോണിലേക്ക് പാക്കേജ് ഡെലിവർ ചെയ്യാൻ ഹോക്കൈയെ സഹായിക്കുക എന്നത് മാത്രമാണ് തന്റെ ഉത്തരവാദിത്തമെന്നും അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനോ കിങ് പിനോട് പോരാടാനോ ഒന്നും തനിക്കാവില്ല എന്നുമൊക്കെ ലോഗൻ പറയുമ്പോൾ എന്റെ മകളെ രക്ഷിക്കാൻ നീ എന്നെ സഹായിച്ചാൽ നിനക്ക് ഞാൻ ഇരട്ടി ശമ്പളം തരാമെന്ന് ഹോക്കൈ ലോഗന് വാഗ്ദാനം നൽകുന്നു. ശമ്പളം കൂട്ടിക്കിട്ടുമെന്ന് കേട്ടതും മനസ്സോടെ ലോഗൻ അതിന് സമ്മതിക്കുന്നു. ആഷ്ലിയെ രക്ഷിക്കാൻ ഹോക്കൈയോടൊപ്പം ലോഗൻ വരാമെന്ന് സമ്മതിച്ചെങ്കിലും അതിനു വേണ്ടിയിട്ട് താൻ ആരോടും ഫൈറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നാണ് ലോഗൻ പറയുന്നത്. മറ്റൊന്നും നീ ചെയ്യേണ്ട, നീ എനിക്ക് അവിടേക്ക് പോകാനുള്ള മാപ്പിലെ വഴികൾ മാത്രം പറഞ്ഞു തന്നാൽ മതിയെന്ന് ഹോക്കൈ ലോഗനോട് പറയുമ്പോൾ ലോഗൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹോക്കൈയെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അഡമാൻഡിയ ക്ലോസ് വീണ്ടും പുറത്തെടുക്കുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്ന്. ഹോക്കൈക്ക് കണ്ണ് കാണത്തില്ലെന്നേ ഉള്ളൂ. ഒരു പോരാട്ടത്തിലൊക്കെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ഹോക്കൈയെ കൊണ്ട് സാധിക്കും. കിങ് പിൻ താമസിക്കുന്നത് സോൾട്ട് ലേക്ക് സിറ്റിയിലാണ്. ഒട്ടും സമയം പാഴാക്കാനില്ല. കാരണം ലാസ് വേഗാസിൽ നിന്ന് 12 മണിക്കൂർ യാത്ര ചെയ്യണം സോൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് എത്താൻ. യാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ ലോഗന്റെ കയ്യിലേക്ക് എക്സ്മെന്റെ സിംബലുള്ള ഒരു കീ ചെയിൻ വെച്ച് കൊടുക്കുകയാണ് അൾട്രോണൈറ്റ്. ആ കീ ചെയിനിലേക്ക് നോക്കുന്ന ലോഗൻ തന്റെ പഴയ കാര്യങ്ങളൊക്കെ ഒരു മിന്നായം പോലെ ഓർക്കുകയാണ്. 50 വർഷങ്ങൾക്ക് മുന്നേ ലോഗൻ അഥവാ വൂൾവറിൻ ദേഹത്ത് ഒരുപാട് മുറിവുകളുമായിട്ട് ഒരു റെയിൽവേ ട്രാക്കിലേക്ക് വന്നിരിക്കുന്നതും പാഞ്ഞു വരുന്ന ട്രെയിൻ തന്നെ തട്ടാനായിട്ട് പോകുന്നതും. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ലോഗനെ നോക്കി കളിയാക്കിക്കൊണ്ട് ഹോക്കൈ പറയുവാണ്, വരൂ ലോഗൻ, വീൽ ചെയറിൽ ഇരിക്കുന്ന ചാൾസ് എക്സേവിയറിന് നിന്നെക്കാളും വേഗതയുണ്ടെന്ന്. ഊട്ടായിലെ സെഡാർ സിറ്റിയിലൂടെ സ്പൈഡർ മൊബൈലിൽ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ലോഗനും ഹോക്കൈയും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, അതായത് സൂപ്പർ ഹീറോസ് ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ തന്റെ മകളായ ആഷ്ലി ഒരു സൂപ്പർ ഹീറോ ആയി മാറിയതിൽ ഹോക്കൈക്ക് വലിയ അഭിമാനമുണ്ട്. അവർ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ലോഗൻ ദൂരെ ഒരു കാഴ്ച കാണുകയുണ്ടായി. ലോഗൻ നോക്കുമ്പോൾ ഒരു പള്ളിയുടെ ഗോപുരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള കുരിശിൽ ആരോ അള്ളിപ്പിടിച്ചിരിക്കുന്നു. മൊളോയിഡുകൾ സെഡാർ സിറ്റിയിലെ ടൗൺ മൊത്തം വിഴുങ്ങിയിരിക്കുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയെല്ലാം മൊളോയിഡുകൾ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. മൊളോയിഡ്സിനെ പേടിച്ചാണ് അയാൾ പള്ളിയുടെ ഏറ്റവും ഉയരത്തിലുള്ള കുരിശിൽ നിലത്തേക്കിറങ്ങാതെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്. ലോഗന് അയാളെ സഹായിക്കണമെന്നുണ്ട്. എന്നാൽ മൊളോയിഡുകൾക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും ഇയാളെക്കാൾ ആഷ്ലിക്കാണ് നമ്മളെ ആവശ്യമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഹോക്കൈ വളരെ വേഗത്തിൽ സ്പൈഡർ മൊബൈൽ ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. സോൾട്ട് ലേക്ക് സിറ്റിയിലെ റൈസക്കിൾ സ്റ്റേഡിയത്തിൽ ക്രൈം ലോർഡായ കിങ് പിന്റെ പക്കൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ച ആഷ്ലിയുടെ ടീംമേറ്റ്സ് ആയ ഡെയർഡെവിളിനെയും പണിഷറിനെയും എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ് കിങ് പിൻ. എന്നെ തേടി വന്നപ്പോൾ നീയൊക്കെ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നീയൊക്കെ തേടി വന്നത് എല്ലാ സൃഷ്ടികളിലെയും ദ മോസ്റ്റ് ഈവിൾ ബാഡാസ് ആയ കിങ് പിനെ ആണെന്ന്. ഞാനാണ് മാഗ്നീറ്റോയെ കൊന്നത്. മാഗ്നീറ്റോയെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രസിഡന്റും ഡോക്ടർ ഡൂമും പിന്നെ മറ്റു കുറെ വമ്പന്മാരും ചേർന്ന് സൂപ്പർ ഹീറോ ഹോളോകാസ്റ്റ് നടപ്പാക്കിയതിനു ശേഷമാണ് മാഗ്നീറ്റോയ്ക്ക് എന്റെ ഈ സ്ഥാനം ലഭിച്ചത്. പക്ഷെ മാഗ്നീറ്റോയ്ക്ക് ഒരു കാര്യത്തിൽ തെറ്റുപറ്റി. അവന് ആ സ്ഥാനം കിട്ടിയപ്പോഴത്തേക്കും അവൻ വൃദ്ധനായിട്ട് മാറിയിരുന്നു. നിന്റെയൊക്കെ ടീമിന്റെ നേതാവ് ഉണ്ടല്ലോ, ആ ആഷ്ലി, അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയാണെന്നൊക്കെ കിങ് പിൻ പറയുമ്പോൾ, സത്യം പറയൂ, നീ എന്താണ് ആഷ്ലിയെ ചെയ്തതെന്ന് ഡെയർഡെവിൾ ചോദിച്ചു തീരേണ്ട താമസം.
ദിവസം 2 ടീറക്സുകളെ ഡെയർഡെവിളിന്റെയും പണിഷറിന്റെയും നേരെ കിങ് പിൻ തുറന്നു വിടുകയാണ്. അതെ, സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളുടെ കൺമുന്നിലിട്ട് ടീറക്സുകൾ ഡെയർഡെവിളിനെയും പണിഷറിനെയും പച്ചയ്ക്ക് ജീവനോടെ കൊന്നു തിന്നു. ഡെയർഡെവിളിനെയും പണിഷറിനെയും കിങ് പിൻ ക്രൂരമായിട്ട് കൊന്നത് മറ്റൊന്നിനുമല്ല, താനാണ് എല്ലാവരെക്കാളും മികച്ചവനെന്ന് തന്റെ ശത്രുക്കൾക്കും തന്റെ ജനങ്ങൾക്കും ഓർമ്മപ്പെടുത്തി കൊടുക്കാനാണ്. ഇതേ സമയത്ത് ലോഗനും ഹോക്കയും ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ബൈനോക്കുലറിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുകയാണ്. അവിടെ വളരെ കനത്ത സുരക്ഷയാണെന്നും താഴത്തെ നില തൊട്ട് ഏറ്റവും മുകളിൽ വരെ ആയുധധാരികൾ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ടെന്നും ആഷ്ലിയെ രക്ഷപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമല്ലെന്നും ലോഗൻ ഹോക്കയോട് പറയുമ്പോൾ, ആഷ്ലിയെ രക്ഷപ്പെടുത്താൻ ഒരു പ്ലാൻ എന്റെ മനസ്സിലുണ്ടെന്നും ലോഗൻ നീ ഒന്നും ചെയ്യേണ്ട, നീ ഈ സ്പൈഡർ മൊബൈൽ മാത്രം ഓടിച്ചാൽ മതിയെന്നും ഹോക്കൈ ലോഗനോട് മറുപടിയായിട്ട് പറയുന്നു. ആഷ്ലിയെ തടവിലാക്കിയിരിക്കുന്ന സെല്ലിന് കാവൽ നിൽക്കുന്ന കിംപിന്റെ ഗാർഡ്സ് ആഷ്ലിയോട് പറയുവാണ്, നിനക്കിത്ര ദേഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിനക്ക് കിങ്ഡം ഓഫ് ദ കിംപിൻ എന്ന ഈ സ്ഥലത്ത് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഡൂം സ്ക്വാർട്ടറിൽ പോയി നിൽക്കണമായിരുന്നു. നമ്മളെല്ലാം വളരെ നന്നായിട്ടല്ലേ കിങ് പിൻ നോക്കുന്നത്? അതിന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്, നമ്മുടെയൊക്കെ വിശ്വസ്തത മാത്രമല്ലേ? വിശ്വസ്തത എന്നത് നിന്റെ ബ്ലഡിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം നിന്റെ മുത്തച്ഛൻ പീറ്റർ പാർക്കറും നിന്റെ അച്ഛൻ ഹോക്കയുമാണ്. പക്ഷെ നീ എന്താണ് ചെയ്തു കൂട്ടുന്നത്? നിനക്കും നിന്റെ കൂട്ടുകാർക്കും എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്രയുമൊക്കെ കേട്ടതും പ്രത്യേകിച്ച് ഒരു ഭാവവുമില്ലാതെ ഗാർഡ്സിനെ നോക്കുകയാണ് ആഷ്ലി. ഇതേ സമയത്ത് കെട്ടിടങ്ങളിലൂടെ ഒരു ചിലന്തി എങ്ങനെയാണോ സഞ്ചരിക്കുന്നത്, അതേപോലെ സ്പൈഡർ മൊബൈലിൽ ആഷ്ലിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിക്കുകയാണ് ലോഗനും ഹോക്കയും. ഹോക്കയുടെ നിർദ്ദേശപ്രകാരം ലോഗൻ സ്പൈഡർ മൊബൈലിനെ ഒരു ബിൽഡിംഗിൽ നിന്ന് മറ്റൊരു ബിൽഡിംഗിലേക്ക്, അതായത് കിങ് പിൻ ആഷ്ലിയെ തടവിലാക്കിയ സെല്ലിലേക്ക് ഇടിച്ചിറക്കുകയാണ്. സ്പൈഡർ മൊബൈലിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ആഷ്ലിക്ക് ഒരു കാര്യം മനസ്സിലായി, തന്നെ രക്ഷിക്കാൻ തന്റെ അച്ഛനായ ഹോക്കൈ എത്തിയെന്ന്. ശത്രുക്കൾക്കെതിരെ താൻ പോരാടില്ലെന്ന് ശപഥം ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ലോഗൻ സ്പൈഡർ മൊബൈലിൽ തന്നെ കൈകെട്ടിയിരിക്കുന്നു. സ്പൈഡർ മൊബൈലിൽ നിന്ന് ചാടിയിറങ്ങിയ ഹോക്കൈ കിങ് പിന്റെ ഗാർഡ്സിനെ എല്ലാം അതിവേഗത്തിൽ തന്റെ വാൾ ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും കൊന്നുകളയുകയാണ്. ആഷ്ലിയോട് സെല്ലിന്റെ കൺട്രോൾ പാനൽ എവിടെയാണെന്ന് അന്വേഷിക്കുന്ന ഹോക്കൈ ആ കൺട്രോൾ പാനലിനെ ലക്ഷ്യമാക്കി ആരോ ഷൂട്ട് ചെയ്യുന്നതോടെ ആ കൺട്രോൾ പാനൽ ഡാമേജ് ആയിട്ട് ആഷ്ലി പുറത്തേക്ക് എത്തുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കിങ് പിൻ ഡോർ തുറന്ന് അവിടേക്ക് എത്തിയതും ആഷ്ലി ഒരു ഗാർഡിന്റെ ഷോട്ട് ഗൺ ഉപയോഗിച്ച് കിങ് പിന്റെ തല വെട്ടിമാറ്റുന്നു. അതെ, ആഷ്ലി കിങ് പിനെ കൊന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആഷ്ലി തന്റെ അച്ഛനായ ഹോക്കൈക്ക് നേരെ തിരിയുകയാണ്. യഥാർത്ഥത്തിൽ കിങ് പിന്റെ പക്കൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനൊന്നുമല്ല ആഷ്ലി ശ്രമിച്ചത്. പകരം കിങ് പിനെ കൊന്നിട്ട് അവന്റെ സ്ഥാനം നേടിയെടുക്കാനാണ് ആഷ്ലി ശ്രമിച്ചത്. മാഗ്നീറ്റോയെ എങ്ങനെയാണോ കിങ് പിൻ കൊന്നത്, അതേപോലെ തന്നെയാണ് ആഷ്ലി കിങ് പിനെ കൊന്നിരിക്കുന്നത്. ആഷ്ലി തന്റെ അച്ഛനായ ഹോക്കയെ ഷോട്ട് ഗൺ വീശി അടിച്ചു കൊല്ലാൻ തയ്യാറായതും ഇതെല്ലാം കണ്ടുകൊണ്ട് സ്പൈഡർ മൊബൈലിൽ ഇരിക്കുന്ന ലോഗൻ രണ്ടും കൽപ്പിച്ച് സ്പൈഡർ മൊബൈൽ സ്റ്റാർട്ട് ആക്കുന്നതോടെ വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ 3ാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ഹോക്കയുടെ മകളായ ആഷ്ലി ഈവിളായി മാറാൻ കാരണം എന്തായിരിക്കാം? ആഷ്ലിയുടെ പക്കൽ നിന്ന് ലോഗൻ ഹോക്കയെ രക്ഷിക്കുമോ? എല്ലാം അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.